ലച്ചു ചേച്ചി വിനോദേട്ടാന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. വിനോദേട്ട അവിടെ ഇടി വെട്ടുന്നുണ്ടോ? ഇത് ഇല്ലില്ല, രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കുറെ ടൈം പോയ മീൻ പറ്റ താഴെ പോണേ. അന്ന് ഞാൻ ആ പോയിരുന്നില്ല, അവിടെ പോണം, താഴെ പോണം. ഇതിന്റെ താഴെയാട്ടത് എനിക്ക് കണ്ടില്ലേ? മനസ്സിലായി, പറഞ്ഞായിരുന്നല്ലോ ആ, വിനോദേട്ടൻ, ഈ കാണിച്ചു വഴി തന്നെ. കൂടെ ഈ വഴി കൂടെ ഇങ്ങനെ താഴെ പോണം. ഉം അപ്പം മഴയായിരുന്നേ. മൂടില്ലായിരുന്നു. ജോജി അങ്ങനെ പറ. അല്ല പാവം പിടിച്ച മൂടില്ലായിരുന്നു. അങ്ങനെ പറ. അല്ല പാവം പിടിച്ച മുതലാളിയുടെ പെടലേക്ക് വെക്കാതെ. അവിടെ ശരിയാ. സാലറി കിട്ടിയോ? സാലറി ചോദിച്ചെന്നാണ് പറഞ്ഞത്. എന്താ ലച്ചിന്റെ ലൈവിൽ വരാൻ 50,000 രൂപ ഏതാണ്ട് മുതലാളി കൊടുക്കാനുണ്ട്. 50,000 ഏതാണ്ട്. ഉം അഡ്വാൻസ് വാങ്ങിച്ചു കാണുമായിരിക്കും. ഉം പിന്നെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. വിനോദേട്ടക്ക് അറിയായോന്ന്? ഇല്ലില്ല, ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ആരോ കാണാൻ വന്നിട്ടുണ്ട്, ഇത് സംസാരിച്ചോണ്ടിരിക്കുക ആളിനെ. ഇനി എന്താ കൊണ്ടുവന്ന? ആപ്പിളാണോ കൊണ്ടുവന്നത്? ഇല്ല, ഇത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ വരുന്ന കൂതറെല്ലാം ആപ്പിൾ കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ബർഗർ. ആ അളിയൻ ആപ്പിൾ കഴിക്കത്തൊന്നുമില്ല. അളിയത്തിന് എനിക്ക് ആപ്പിൾ ഇഷ്ടമല്ല. വല്ലപ്പോഴും ജ്യൂസ്, അത് പറയാറത്. എനിക്ക് ഇഷ്ടമല്ല ആപ്പിൾ ആപ്പിള്. ആപ്പിൾ ജ്യൂസിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റ് വിനോദേട്ടാ. അറിയാം. ഷേക്കില് ജ്യൂസ്. ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇതേ, എന്താ പറയാ, പാല് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു കവറ്. സുഹു വിനോദേട്ടക്ക് അറിയായോ? ലച്ചു ചേച്ചി ഞാൻ ഫേസ് കാണിക്കാൻ പറഞ്ഞതിനാണോ ആണ് താങ്ക്സ് പറഞ്ഞതെന്ന് അത് ചോദിക്കുന്നുണ്ട്. മനസ്സിലായി, എനിക്കത് മനസ്സിലായി. എന്തിനാ ടാക്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സുഹു ജോജി ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. സുഹു എന്റെ ലച്ചു മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. സുഹു വിനോദേട്ടാന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ലച്ചു ചേച്ചി സുഹു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആഹാ, സുഹു വയ്യാട്ടാ. വയ്യാട്ടാ. വയ്യാത്ത ആൾക്കാണോ ബർഗർ? ആ അയ്യാത്തല്ല, നല്ലതായിട്ടിരിക്കുന്ന ആൾക്ക്. ജോജി ചേട്ടൻ വിനോദ് ചേട്ടൻ 50,000 തരാനുണ്ട് എനിക്ക്, അതാ ഞാൻ പോകാത്തെ. ഇന്നലെ ആഹാ, പറഞ്ഞായിരുന്നു. 50,000 രൂപ പുള്ളി കൊടുക്കാനുണ്ടോ? പുള്ളി ഇങ്ങോട്ട് തരാനുണ്ട്. ഡിസംബർ ആഹാ, വന്നു. അപ്പൊ പാവമല്ല കേട്ടോ. ഞാൻ സോറി, അത് മാറ്റിയെടുത്തു. പരട്ട മുതലാളി അത്. ഡിസംബർ വന്ന് ചോദിക്കുന്നുണ്ട് സുഗുണം പോയോന്ന്. ഹായ് ഡിക്സൺ. സുഗുണം പോയെന്നല്ല, സുഖമാണോന്നു. ഓ, സുഗുണൻ പോയോന്നാ. ഓ. ഫാത്തിമ ആയിരിക്കും, പരട്ട ഫാത്തിമ. ഇപ്പൊ വരുമായിരിക്കും, ഫാത്തിമ വരുമായിരിക്കും. സോറി. ഇല്ല, ഫാത്തിമ ചേച്ചി ലൈവ് ഇടാൻ പോയി. റീന ചേച്ചി ആരിതെന്ന് ചോദിക്കുന്നുണ്ട്. ഡിക്സൺ ബ്രോ പ്രാവിൻകൂടം എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. ലച്ചു ചേച്ചി ഡിക്സൺ ബ്രോ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. ഡിക്സൺ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. സുഹു റീന എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. ലച്ചു ചേച്ചി റീനയും വന്നോ? സുഗുണം എന്നുള്ള അല്ലല്ല, ആ ഇത് രണ്ടും രമണം തന്നെ. ഡിക്സൺ ബ്രോ സുഗുണൻ ഉള്ളത് ഡിക്സൺ കൊണ്ട് ലൈവിൽ ഈ വരാത്തെ. ഇല്ലില്ല, ആരവല ഇല്ലല്ല, ആയിട്ടില്ല. ഇപ്പൊ സുഗു ടൈം എത്രയായി? 11. 12 10 മിനിറ്റ് കൂടെ അല്ലേ ഉള്ളൂ. ഇപ്പം കഴിക്കില്ല, 2 മണിയൊക്കെ ആവും. സുഹു റീന എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട്. ഡിക്സൺ ബ്രോ വാൽ ഹായ് പറയുന്നുണ്ട്. റീന ചേച്ചി ലച്ചു എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നു. ഇത് രണ്ടും ഡിക്സൺ ബ്രോ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. റീന അല്ലല്ല, ഇത് ചേച്ചി ഇപ്പൊ ഭയങ്കര സംശയമാണ്. ആ ഇത് റീനയാണോന്ന് സംശയം. ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്നു വിനോദേട്ടാ. റീന രാവിലെ എന്താ കഴിച്ചേ? റീന ചപ്പാത്തിയും ടൈപ്പ് ചെയ്തിട്ട്. മുട്ടക്കറിയും. ഓഹ്, എന്റെ പോത്തെ, അത് ടൈപ്പ് ചെയ്തുവായിരുന്നല്ലോ. ശരി, സോറി. അതല്ലെന്ന് തോന്നുന്നു, വേറെ എന്തോ ആണെന്ന് തോന്നുന്നു. റീന ചേച്ചി സുഹു എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട്. ഡിക്സൺ ബ്രോ സുഹു സുഗുണൻ. സുഹു ആണ് സുഗുണൻ. സുഹുവിനെയാണ് സുഗുണൻ എന്ന് പറഞ്ഞു. ഡിസംബർ രമണൻ. ആദാമ ചേട്ടൻ വിനോദേ നീ മീൻകറി വെച്ചോ എന്നിട്ട് ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ജോജി ചേട്ടൻ ഡിക്സൺ ഹായ് പറയുന്നുണ്ട്. റീന ചേച്ചി വിനോദ് ഹായ് പറയുന്നുണ്ട്. ഇത് റീന ചേച്ചിയാ. റീന ആയിരിക്കും. ഡിക്സൺ ബ്രോ അപ്പൊ ഹായ് ജോജി റീന. എന്ന് പറഞ്ഞ ജോജി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. സുഹു ഡിക്സൺ ആരാണ് സുഗുണൻ എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് നോക്കുന്നുണ്ട്. ജോജി ചേട്ടൻ റീന ഹായ് പറയുന്നുണ്ട്. ഡിക്സൺ ബ്രോ റീന പറയുന്നുണ്ട്. റീന റീന ചേച്ചി അത്. അപ്പം അല്ല മുട്ടക്കറി എന്ന് ഞാനെന്ന് പറയുന്നത്. പറയുന്നുണ്ട്. അതിപ്പോ മനസ്സിലായി. ഡിക്സൺ ബ്രോ സുഹു സുഗുണൻ. സുഗു ആണ് സുഗുണൻ. റീന ചേച്ചി ഇച്ചാന്ന് വിളിച്ചിട്ട് സ്നേഹം തരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി, ഉറപ്പിച്ച്. രോമൽ ഉറപ്പിച്ച് ചേട്ടൻ ഫിക്സ് ആക്കി.